ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ക്രിസ്മസിനോട് ബന്ധപ്പെട്ട ഒരു വീഡിയോ എഡിറ്റിംഗ് ആണ്. നമ്മൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനാണ്. വീഡിയോ ലൈക്ക് ചെയ്താലും പോകല്ല. വീഡിയോയെക്കുറിച്ച് സംശയമുള്ളൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത്. ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്, ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനാണ്. പ്രിവ്യൂ കണ്ടിരിക്കുന്ന രീതിയിൽ നമ്മുടെ ഫോട്ടോ വെച്ച് എങ്ങനെയാണ് ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരുന്നത്. നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഷെയ്ക്കവറിൻ്റെ ബീറ്റ് മാർക്കിൻ്റെ 2 ലിങ്കുകൾ ആവശ്യമാണ്. പ്രീസെറ്റ് ആയിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സാമ്പിൾ ഫയലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട്. ലിങ്കുകളുണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലായും കാണാൻ സാധിക്കുന്നത്. 25-ാം തീയതിയിലെ ഷെയ്ക്ക് എഫക്റ്റും 25-ാം തീയതിയിലെ ബീറ്റ് മാർക്കും, ഈ 2 ലിങ്കുകൾ ഉപയോഗിക്കുക. ഇവിടെ നമ്മൾ ആ ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഉണ്ടല്ലോ, ആ ടേബിളിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ആ ടേബിൾ നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ നേരത്ത് ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ സ്പെഷ്യൽ ഡേ എന്നൊക്കെ കറക്റ്റായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആദ്യം നമുക്ക് ഫോട്ടോസുകൾ എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. ഫോട്ടോസുകൾ നമ്മൾ ആഡ് ചെയ്യുന്നത് 7 സെക്കൻഡ് 52 മില്ലി സെക്കൻഡ് മുതൽ കറക്റ്റായിട്ട് നോർമലായിരിക്കുന്ന ഫോട്ടോസുകൾ നമ്മൾ ആഡ് ചെയ്യുന്ന 23 സെക്കൻഡ് 51 മില്ലി സെക്കൻഡ് വരെയുള്ള സ്ഥലത്ത് നമ്മൾ കറക്റ്റായിട്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് എങ്ങനെ ഫോട്ടോ ആഡ് ചെയ്യുന്നത്, ഇത്രയും പറഞ്ഞ ടൈമുള്ള ഫോട്ടോസ് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയ ചെല്ലുക, നമ്മുടെ ഗ്യാലറിയിലുള്ള ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആഡ് ചെയ്യുന്ന ഫോട്ടോ ചെറുതാണെങ്കിൽ ഇതുപോലെ ഡ്രാഗ് ചെയ്തിട്ട് വലുപ്പം കറക്റ്റായിട്ട് സ്ക്രീൻ ഫിറ്റാന്ന് കൊടുക്കുക. ഓരോ റെഡ് ലൈനകത്ത് ഓരോ ഫോട്ടോ എന്ന രീതിയിൽ കറക്റ്റായിട്ട് ഇതുപോലെ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ 2 ഫോട്ടോ മാത്രമേ ആഡ് ചെയ്യുന്ന കാണിക്കുന്നുള്ളൂ. നിങ്ങൾ കറക്റ്റായിട്ട് 23 സെക്കൻഡ് 51 മില്ലി സെക്കൻഡ് വരെയുള്ള സ്ഥലത്ത് കറക്റ്റായിട്ട് ഇതുപോലെ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഈ ഫോട്ടോയൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. 23 സെക്കൻഡ് 51 മില്ലി സെക്കൻഡ് വരെയും കറക്റ്റായിട്ട് ഇതുപോലെ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ആദ്യം ഈ ഫോട്ടോയ്ക്ക് എഫക്റ്റുകളെ കൊടുക്കണമല്ലോ. അതൊക്കെ ഷെയ്ക്ക് എഫക്റ്റ് ടേബിളിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കാദ്യം ഷെയ്ക്ക് എഫക്റ്റ് ടേബിൾ ഓപ്പൺ ചെയ്ത ശേഷം നമുക്കത് കോപ്പി എടുത്ത് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. അതിനായിട്ട് ബാക്ക് അടിക്കുക, 2ാമത്തെ ലിങ്ക് ഷെയ്ക്ക് എഫക്റ്റ് ടേബിൾ ഓപ്പൺ ചെയ്യുക. എടുക്കാൻ നേരത്ത് ഇവിടെ നിങ്ങൾക്ക് 2 ഫോട്ടോസുകളും 3 ഫോട്ടോസുകളും ഗ്രൂപ്പും കാണാൻ സാധിക്കും. ഇവിടെ ആദ്യത്തെ ഫസ്റ്റ് ഫോട്ടോ ഉണ്ടല്ലോ, ഫസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കോപ്പി ലെയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ബാക്ക് അടിക്കുക. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിൾ ഉണ്ടല്ലോ, 25-ലെ ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ, അത് ഓപ്പൺ ചെയ്യുക. ചെയ്ത ശേഷം ഫസ്റ്റ് ഫോട്ടോ 7 സെക്കൻഡ് 52 മില്ലി സെക്കൻഡ് ഫസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് സൈഡിൽ കിടന്ന് ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കളർ ടൈമും 2 സെലക്ട് ചെയ്ത ശേഷം പേസ്റ്റ് കൊടുക്കുക. കളറിൻ്റെ ടൈം സെലക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ഒന്നിട്ടുള്ള ഫോട്ടോയിൽ മാത്രം കൊടുക്കുക, നെക്സ്റ്റ് ഫോട്ടോയിൽ കൊടുക്കരുത്. അത് കഴിഞ്ഞ് വരുന്ന ഫോട്ടോയിലൊക്കെ പേസ്റ്റ് സ്റ്റൈൽ കൊടുത്താൽ മാത്രം മതി. എല്ലാ വീഡിയോയിലും പറഞ്ഞു തരുന്നതാണ്, അതുകൊണ്ടാണ് സ്പീഡിൽ പറയുന്നത്. ആദ്യം ഫോട്ടോയിൽ മാത്രം കളറിൻ്റെ ടൈം സെലക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം വരുന്ന ഫോട്ടോയിലെല്ലാം പേസ്റ്റ് സ്റ്റൈൽ കൊടുത്താൽ മതി. കൊടുക്കേണ്ട ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഒന്നിട്ടുള്ള ഫോട്ടോയിൽ മാത്രം കറക്റ്റായിട്ട് കൊടുക്കുക. അതായത് ആദ്യം ഫസ്റ്റ് ഫോട്ടോയിൽ കൊടുത്തെങ്കിൽ സെക്കൻഡ് ഫോട്ടോയിൽ കൊടുക്കരുത്. അത് കഴിഞ്ഞ് വരുന്ന ഫോട്ടോയിൽ കറക്റ്റായിട്ട് കൊടുക്കുക. ഇത്രയും കൊടുത്ത ശേഷം ബാക്ക് അടിക്കുക. വീണ്ടും നമ്മൾ ഷെയ്ക്ക് എഫക്റ്റ് ടേബിൾ എടുക്കുക. ഷെയ്ക്ക് എഫക്റ്റ് ടേബിൾ എടുത്ത ശേഷം ഇതുപോലെ തന്നെ സെക്കൻഡ് ഫോട്ടോയുടെ എഫക്റ്റ് നമ്മൾ ഇതുപോലെ തന്നെയാണ് കോപ്പി എടുക്കുന്നത്. സെക്കൻഡ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക, ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കോപ്പി ലെയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ബാക്ക് അടിക്കുക, ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ എടുക്കുക. നമ്മൾ ഇടയ്ക്ക് വിട്ടിട്ടുള്ള ഫോട്ടോ ഉണ്ടല്ലോ, ആ ഫോട്ടോയിൽ മാത്രം കറക്റ്റായിട്ട് കൊടുക്കുക. ഫസ്റ്റ് ഫോട്ടോയിൽ മാത്രം കളറും ടൈമും സെലക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, സെക്കൻഡ് ഫോട്ടോ മുതൽ ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് അയക്കാൻ ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കളറും ടൈമും സെലക്ട് ചെയ്യുക. അതിനുശേഷം പേസ്റ്റ് കൊടുക്കുക. പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇടയ്ക്ക് വിട്ടുള്ള ഫോട്ടോയിൽ മാത്രം കറക്റ്റായിട്ട് കൊടുക്കുക. സെക്കൻഡ് ഫോട്ടോ മുതൽ പേസ്റ്റ് സ്റ്റൈൽ കൊടുത്താൽ മാത്രം മതി. ഫസ്റ്റ് ഫോട്ടോയിൽ മാത്രം കളറും ടൈമും സെലക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.
ഇത്രയും കൊടുത്ത ശേഷം ബാക്കിയൊക്കെ നമുക്ക് ഗ്രൂപ്പിനകത്തുനിന്ന് അടുത്തടുത്ത ഗ്രൂപ്പാണ് എടുക്കേണ്ടത്. അത് ജസ്റ്റ് കോപ്പി എടുത്ത് പേസ്റ്റ് കൊടുത്താൽ മാത്രം മതി. ഇതിനകത്ത് മീഡിയ ഫയലിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ മാത്രം VPN കണക്ട് ചെയ്ത ശേഷം മീഡിയ ഫയലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വീഡിയോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ മൂന്നാമത് ഷെയ്ക്ക് എഫ് ടേബിൾ എടുത്ത ശേഷം ഒരു ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത് കൊടുത്തെങ്കിൽ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. അത് കോപ്പി എടുക്കുക. കോപ്പി എടുത്ത ശേഷം ബീറ്റ് മാർക്കിന് ടേബിൾ എടുത്ത ശേഷം 23 സെക്കൻഡ് 51 മില്ലി സെക്കൻഡ് വരെയുള്ള സ്ഥലത്തല്ല നമ്മൾ ഫോട്ടോ ആഡ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് വരുന്ന സ്ഥലത്ത് വേണം ഇതുപോലെ ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് സ്റ്റൈൽ കൊടുക്കുക. നമ്മൾ കോപ്പി എടുത്തിരിക്കുന്ന ഗ്രൂപ്പ് കറക്റ്റായിട്ട് പേസ്റ്റ് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ബീറ്റ് മാർക്ക് എത്തിയ ശേഷം നിങ്ങൾ നെക്സ്റ്റ് ബീറ്റ് മാർക്ക് എത്താണ്ട് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം എത്തിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം കറക്റ്റായിട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നെക്സ്റ്റ് പേസ്റ്റ് ലൈവ് കൊടുക്കുക. ഈ സെയിം ഫോട്ടോ തന്നെ എൻഡ് വരും കറക്റ്റായിട്ട് ഈ ഗ്രൂപ്പ് തന്നെ പേസ്റ്റ് കൊടുക്കുക. അതിനുശേഷം അതിനകത്ത് നമ്മൾ ഫോട്ടോ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കറക്റ്റായിട്ട് എൻഡ് വരാൻ കറക്റ്റായിട്ട് ഇങ്ങനെ കൊടുക്കുക, പേസ്റ്റ് സ്റ്റൈൽ കൊടുക്കുക, പേസ്റ്റ് കൊടുക്കുക. അതിനുശേഷം എൻഡ് വരാൻ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക. പറഞ്ഞാൽ മനസ്സിലല്ലോ. ഇതുപോലെ എൻഡ് വരാൻ കറക്റ്റ് എത്തിക്കുക. എൻഡ് വരെ എത്തിക്കാനുള്ള ഓപ്ഷൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് ഫോട്ടോ ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ ആ ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എഡിറ്റ് ഗ്രൂപ്പ് എടുത്ത ശേഷം ഇതിനകത്ത് ഓൾറെഡി ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഫോട്ടോ താഴെ കൊടുത്തിരിക്കുന്ന ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളയുക. അതിൻ്റെ സ്റ്റാർട്ടിങ് വരിക, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയ ചെല്ലുക. നമ്മുടെ ഗാലറിയിലൊരു ഫോട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം കറക്റ്റായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ആ ഹാർട്ടിൻ്റെ ഇമേജിൻ്റെ ലെങ്ത് വരെ കറക്റ്റായിട്ട് എത്തിയ ശേഷം എക്സസ് ആയിട്ട് നിൽപ്പുള്ള ഭാഗങ്ങൾ മാത്രം ഫോട്ടോയുടെ റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം ആ ഫോട്ടോ ഡ്രാഗ് ചെയ്തിട്ട് താഴെ കൊണ്ടുവെക്കുക. കൊടുത്ത ശേഷം നമുക്ക് അതിനൊരു എഫക്റ്റ് കൊടുക്കാം. ഫോട്ടോയ്ക്ക് വലുപ്പം കുറവാണെങ്കിൽ ഇതുപോലെ കറക്റ്റായിട്ട് സൂം ഔട്ട് ചെയ്ത് കൊടുക്കുക. മൂവ് ആൻഡ് ട്രാൻസ്ഫോമിലാണ് നമ്മൾ ഈ ഓപ്ഷൻ കാണുന്നത്. കറക്റ്റായിട്ട് ഇതുപോലെ കൊടുത്ത ശേഷം എഫക്റ്റ് എടുക്കുക. ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ജസ്റ്റ് ടൈൽസ് എഫക്റ്റ് കൂടി ആഡ് കൊടുക്കുക. TIL എന്ന് കൊടുക്കുക. ടൈൽസ് എഫക്റ്റ് TIL എന്ന് കൊടുക്കുക. സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൂടെ കൊടുത്തിട്ട് അതിനകത്ത് മിറർ കൂടി ഓണാക്കി കൊടുക്കുക. അതിനുശേഷം ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച ശേഷം നമുക്കൊരു ഫോട്ടോ എങ്ങനെ മനസ്സിലായല്ലോ. അതുപോലെ തന്നെ ബാക്കിയുള്ള ഗ്രൂപ്പിലെല്ലാം നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം സെക്കൻഡ് ഗ്രൂപ്പ് എടുക്കുക. അതിനുശേഷം ഗ്രൂപ്പ് എടുത്ത ശേഷം എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക. അതിനുശേഷം ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളയുക. അടുത്ത ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. ടൈൽസ് എഫക്റ്റ് കൊടുക്കുക. ഇത്ര മാത്രം കൊടുത്താൽ മതി. ബാക്കിയുള്ള എൻഡ് വരെയുള്ള എല്ലാ ഗ്രൂപ്പിലും ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക. അങ്ങനെ ഫോട്ടോ ചേഞ്ച് മനസ്സിലായല്ലോ. അതിനുശേഷം സ്റ്റാർട്ടിങ് വരിക. നമുക്ക് ആ സ്റ്റാർട്ടിങ്ങിലുള്ള ടെക്സ്റ്റിന് എഫക്റ്റ് കൊടുക്കണം. അതിനായിട്ട് ടുഡേ സ്പെഷ്യൽ എന്നുള്ള ആദ്യത്തെ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റിന് മാത്രം എഫക്റ്റ് കൊടുത്താൽ മതി. ഇങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞു തരാം. ആദ്യം ആ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ഗ്രൂപ്പ് സെലക്ട് ചെയ്ത ശേഷം എഫക്റ്റ് എഡിറ്റ് ഗ്രൂപ്പ് എടുത്ത ശേഷം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യേണ്ടവർക്ക് ഇത് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ടുഡേ സ്പെഷ്യൽ എന്നുള്ള ചോദിക്കുന്ന എഡിറ്റ് ടെസ്റ്റ് എന്ന് അത് കൊടുത്ത ശേഷം വേറെ എന്ത് വേണം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക. ഈ ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. തൽക്കാലം ഞാൻ ചേഞ്ച് ചെയ്യുന്നില്ല. അതിനുശേഷം ബാക്ക് അടിക്കുക. നമ്മൾ ഫസ്റ്റിലെ ഗ്രൂപ്പ് സെലക്ട് ചെയ്ത ശേഷം ബാക്കിയുള്ള എന്ത് വേണം നിങ്ങൾക്ക് ഇതിനകത്ത് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എഫക്റ്റ് എടുക്കുക. ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ആദ്യം കൊടുക്കുന്ന ഗോഷൻ ബ്ലർ എന്ന് പറഞ്ഞ എഫക്റ്റാണ് GA എന്ന് കൊടുക്കുക. ഒരു എഫക്റ്റ് മാത്രം കൊടുത്താൽ മതി. ഈ എഫക്റ്റ് മാത്രം സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ സെലക്ട് ചെയ്ത ശേഷം അതിൻ്റെ സ്ട്രെങ്ത് ഉണ്ടല്ലോ, സ്ട്രെങ്ത് ഫുള്ള് കൊടുക്കുക. ആദ്യം സ്ട്രെങ്ത് ഫുള്ള് കൊടുക്കുക. ഫുള്ളായിട്ട് സ്ട്രെങ്ത് 2.00 കൊടുക്കുക. അത് സ്റ്റാർട്ടിങ്ങിലും ഒരു കീ കൊടുക്കുക. അതുപോലെ തന്നെ എൻഡിലും ഒരു കീ കൊടുക്കുക. കീ ക്ലിക്ക് ചെയ്ത ശേഷം റൈറ്റും ലെഫ്റ്റും ഡ്രാഗ് ചെയ്ത് വെച്ചാൽ മതി. അതിനുശേഷം രണ്ടാമത് കൊടുക്കുന്ന കീയുടെ വാല്യൂ 0 ആക്കി കൊടുക്കുക. ഇതുപോലെ നമ്മൾ കീ കൊടുക്കുന്നത് മനസ്സിലായല്ലോ. സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഫുള്ള് കൊടുക്കുക. അതിനുശേഷം രണ്ടാമത് കൊടുക്കുന്ന കീയുടെ വാല്യൂ രണ്ടും 0 ആക്കി കൊടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് കൊടുത്ത ശേഷം ഈ എഫക്റ്റ് കോപ്പി എടുക്കുക. കോപ്പി എടുത്ത ശേഷം ബാക്കിയുള്ള നമ്മൾ ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്ന എല്ലായിടത്തും കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ കോപ്പി എടുക്കുക. കോപ്പി എടുത്ത ശേഷം ബാക്കി കൊടുത്തിരിക്കുന്ന എല്ലാ ഗ്രൂപ്പും ടെക്സ്റ്റ് ആദ്യം കൊടുത്തിരിക്കുന്ന 4 ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. 4 ടെക്സ്റ്റിലും കറക്റ്റായിട്ട് ഇങ്ങനെ പേസ്റ്റ് എഫക്റ്റ് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് എഫക്റ്റ് അവിടെ ലഭിക്കുന്നതാണ്. അതിനുശേഷം നമ്മളൊരു ഓവർലേ വീഡിയോ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ഓവർലേ വീഡിയോ നിങ്ങൾക്ക് ഡൗൺലോഡ് മീഡിയ ഫയലിലാണ് കൊടുത്തേക്കുന്നത്. ഡൗൺലോഡ് ചെയ്തിൽ കിട്ടിയില്ല എങ്കിൽ VPN ആപ്ലിക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. VPN കണക്ട് ചെയ്ത ശേഷം മാത്രം ഡൗൺലോഡ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതായത് ടെംപ്ലേറ്റ്സ് കിട്ടിയില്ല എങ്കിൽ മാത്രം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയ ചെല്ലുക. നമ്മൾ ആ ടെംപ്ലേറ്റ്സ് വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കുക. വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 4 ടെക്സ്റ്റ് കഴിഞ്ഞ് വരുന്ന സ്ഥലത്ത്, അതായത് ഫോട്ടോ തുടങ്ങുന്നതിന് മുമ്പായിട്ടുള്ള
സ്ഥലം ഉണ്ടെങ്കിൽ റൈറ്റ് സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് കളയും. 7 സെക്കൻഡ് 52 മില്ലി സെക്കൻഡ്. അതിനുശേഷം ആ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് ബ്ലെൻഡിങ് ആൻഡ് ഓപ്പോസിറ്റ് ചെന്നിട്ട് ലൈറ്റിനകത്ത് സ്ക്രീൻ സെലക്ട് കൊടുക്കുക. ഇത്രയും മാത്രം കൊടുത്താൽ മതി, നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതായിരിക്കും. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. സംശയമുള്ളൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. എല്ലാ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട്. HD ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സ് റൈറ്റ് കാണുന്ന അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ HD എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജിനകത്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.